പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മളിന്ന് വ്യത്യസ്തമായിട്ടൊരു എപ്പിസോഡാണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്നത് ജാതി കൃഷിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള N50 4G എന്നൊരു ഐറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം പനക്കത്തൊട്ടിയിൽ സ്പൈസസ് ഗാർഡനിലും പരിചയപ്പെട്ടു. അന്ന് നമ്മൾ മദർ പ്ലാന്റ് കണ്ടില്ല, അതൊരു ഓഫ് സീസണായിട്ട് വന്നതും കായില്ലായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടുപുറയിൽ കാണുന്നുണ്ട്, ഇതൊരു 5 വർഷം പ്രായമല്ലേ? 4 വർഷം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ നൗഷാദിക്ക പറഞ്ഞുതരും. നൗഷാദിക്ക വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു 4 വർഷം പ്രായമായിട്ടുള്ള ഈ ചെടി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, ഇതിൽ കായ് ഇപ്പോൾ കുറവാണ്, കാരണം അത് പൂവിട്ട സമയത്ത് മഴയായിരുന്നല്ലേ, നവംബർ ഡിസംബർ താമസിച്ച. ഓക്കെ, ഇനി നമുക്ക് N50 4Gയുടെ ഒക്കെ ഒരു ചെറിയ പ്രത്യേകതകൾ അന്നും പറഞ്ഞിരുന്നു, എങ്കിൽ ഇതൊന്ന് ഒരു പ്രഷർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഈ നമ്മുടെ കാർഷിക വിളകൾക്ക് വില കുറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് കർഷകരുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ല വിലയും അതുപോലെ തന്നെ നല്ല മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കർഷകർക്ക് ലാഭകരമായിട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ നമ്മളിപ്പോൾ ജാതിയിലൊക്കെ ഒരു ഗവേഷണം നടത്തിയപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് കാണുന്നൊരു ഇനമാണ് നമുക്ക് N50 4G എന്നുള്ള ഇനം. അതായത് 50 കായ്ക്ക് 1 കിലോയും, നട്ട്മെഗിൻ്റെ 50 കായ്ക്ക് 1 കിലോയും, അതുപോലെ തന്നെ പത്രി അതിൻ്റെ 4 ഗ്രാം 3.5 മുതൽ 4 ഗ്രാം വരെ പത്രിയും വരുന്നുണ്ട്. അത് പച്ചയാണോ ഉണക്കാണോ ഉദ്ദേശിക്കുന്നത്? ഉണക്ക പച്ച 8 ഗ്രാമൊക്കെ വരുന്നുണ്ട്. ഉണക്ക അത് 3.5 മുതൽ 4 ഗ്രാം വരെ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചെടിയുടെ മാതൃവൃക്ഷമാണ് നമ്മൾ ഈ കാണുന്നത്. 4 വർഷമായുള്ളൂ ഇത് ബഡ് ചെയ്ത് ഇത്തരം കായ്ച്ചു തുടങ്ങിയിട്ട്. ഈ വർഷത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് കാ കുറവുണ്ട്. അത് ടോട്ടലി എല്ലായിടത്തും ഇപ്പോൾ പോയടുത്ത് എല്ലായിടത്തും കാ കുറവാണ് മിക്കയിടത്തും. ഈ വർഷത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് ജാതികയിൽ പൊതുവായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ ആ മഴ ഒരു സീസണിൽ വളരെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിയിൽ താഴെ വിളവ് ഈ വർഷം കിട്ടുന്നുള്ളൂ. ജാതി മാത്രമല്ല എല്ലാ കൃഷിയും ഡൗൺ ആയിപ്പോയി. അതെ, കാലാവസ്ഥാ വ്യതിയാനമാണ് നമുക്കൊരു പ്രശ്നമായിട്ട് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാ പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? എങ്ങനെയുണ്ട് ഈ ഒരു വെറൈറ്റിക്ക്? ഇതിനുണ്ടല്ലേ, ഇതിൻ്റെ അകത്ത് ഇത്തവണ കുറവാണെങ്കിലും ഒറ്റ വെള്ളക്ക പൊട്ടിയിട്ടില്ല. ഇതിൻ്റെ ചുവട്ടിൽ കാണാം, നമുക്ക് ഒറ്റ വെള്ളക്ക നമുക്ക് ഇതിൻ്റെ അകത്ത് പൊട്ടി കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ജൂലൈ മാസമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കാ പൊട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ പരിപ്പ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. പരിപ്പ് പത്രിയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. മരം മൊത്തം ജൂൺ 1 ആയിട്ടുണ്ട്, ഒരു മാസത്തോടെ കാത്തിരിക്കണം. അതെ, മരം മൊത്തം നമ്മൾ അരിച്ചു ഇറക്കിയിട്ടും ഒരു കാ പോലും നമുക്ക് പൊട്ടിയത് കിട്ടിയിട്ടില്ല. അതൊരു ഇതിന്റെ ബഡ് തൈകളാണോ നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്? ഇതിന്റെ ബഡ് തൈകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫ്റ്റില്ല, ബഡ് തന്നെ. ഓക്കെ, ബഡിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ. എത്ര വർഷം പ്രായമായിട്ടുള്ള ജാതി തൈകളാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്? നമ്മളിപ്പോൾ നിലവിൽ സ്റ്റോക്ക് വളരെ പരിമിതമാണ്, ഉള്ളതെല്ലാം ഓർഡറായിട്ട് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒറ്റ തട്ടായ തൈകളാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തു വരുന്നത്. പിന്നെ ഈ ഒരു N50 ഒരു എന്താ പറയുക, നമ്മുടെ കമ്പില്ലേ, കമ്പുണങ്ങലൊക്കെ എങ്ങനെയുണ്ട്? മറ്റ് മരങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രതിരോധശേഷിയുള്ള ഒരു ഐറ്റമായിട്ടാണ് കാണുന്നത്. കമ്പുണക്ക്, അതുപോലെ തന്നെ കാ പൊഴിച്ചിൽ, അങ്ങനെയുള്ള രോഗങ്ങളൊന്നും കാണുന്നില്ല. നല്ല കരുത്തായിട്ട് തന്നെ ചെടികൾ വളരുന്നുണ്ട്. പിന്നെ ഒരു ഞെടുപ്പിൽ ഒരു കായ ഒറ്റയല്ല, 2-3 ഇത് ഓഫ് സീസണല്ല, ഇത്തവണത്തെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ്. അല്ലെങ്കിൽ 2-3 കായായിട്ട് കൊലയായിട്ട് വരുന്നുണ്ട് ഇതിന്റെ കായകൾ. പിന്നെ ഈ ഒരു N50 4G കൂടാതെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റെന്തൊക്കെയുണ്ട്? നമുക്ക് ഏറ്റവും പോപ്പുലാരിറ്റി ആയിട്ടുള്ള N80 2G ആണ് നമുക്കുള്ളത്. അതിന്റെ ഒരു പ്രത്യേകത എന്താ? അതിന്റെ 80 കായ്ക്ക് 1 കിലോയും, അത് തന്നെ മാക്സിമം ചെടിയിൽ നിറഞ്ഞ് കായാണ്. ചില മരങ്ങളൊക്കെ ഒടിഞ്ഞു പോകുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടാകാറുണ്ട്. അതുപോലെ കാപിടുത്തവും, അതുപോലെ തന്നെ ആവറേജ് പത്രി കുറവാണ്. അതുപോലെ ഒരു 80 കായ്ക്ക് 1 കിലോയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ കാപിടുത്തം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഡക്ഷൻ ഉൽപ്പാദനം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. N80 2G. ഓക്കെ, N50 5G ഒരെണ്ണോടെ ഉണ്ടല്ലോ ഒരു വെറൈറ്റി. അതെ, അല്ല, N100 5G ആണത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചപ്പത്രി നമുക്ക് 10 ഗ്രാം വരെ വരുന്നുണ്ട്. അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് 5 ഗ്രാം വരെ പത്രി വരുന്നുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് ഗ്രാത്തിന് 2 രൂപ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പത്രിക്ക് തന്നെ നമുക്ക് 10 രൂപയോളം കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് കായ് ഇച്ചിരി വലിപ്പം കുറവാണ്, എന്നാലും നമുക്ക് എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആവറേജ് കവർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഞ്ഞപ്പത്രി ഉണ്ടല്ലോ, അതുപോലെ ചുവന്ന പത്രി ഉണ്ടല്ലോ ഈ കായ്ക്ക്, ജാതിക്കായ്ക്ക്, അതൊക്കെ ഏതൊക്കെ വെറൈറ്റികളാണല്ലോ? 2 കളർ അവൈലബിൾ ഉണ്ടോ? മഞ്ഞപ്പത്രി ഉണ്ട്, നമ്മുടെ ഫാമിലി ഇല്ല. പക്ഷേ ചുമലപ്പത്രിയാണ് ഏറ്റവും ഡിമാൻഡ് കൂടുതലായിട്ട് പോകുന്ന ഐറ്റവും ചുമലപ്പത്രി തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഒരു നഴ്സറിയിൽ നിന്നും സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്?
സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 200 രൂപ മുതൽ ബഡ് ജാതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല വെറൈറ്റീസ് അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പല ഇനങ്ങളുണ്ട്. ഏതാണ്ട് 10-12ഓളം വെറൈറ്റികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റും. ഇപ്പോൾ ഈ N50 4G എന്നുള്ളൊരു ജാതി ഐറ്റം പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ എപ്പിസോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ട്, തൊട്ടപ്പുറത്ത് വലിയൊരു മദർ പ്ലാന്റ് ഉണ്ട്, അതിൽ ഇച്ചിരി കായൊക്കെ ഉണ്ട്. പക്ഷേ അത് ചോട്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കൊള്ളിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 4 വർഷം പ്രായമായിട്ടുള്ള ഈ ചെടി എടുത്തത്. അപ്പോൾ മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് ഇനിയും കാണാം. ഇനിയും ഈ നഴ്സറി തന്നെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്, അതും കൂടി അടുത്ത എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നൗഷാദിക്ക, നന്ദി.